ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ പഞ്ചാബ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ മെയ് 1-ാം തീയതി നടന്നൊരു മത്സരമായിരുന്നു കേട്ടോ ഇവർ തമ്മിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു മത്സരത്തെ പറ്റി നോക്കുന്നത്, മത്സരം നടക്കുന്ന മറ്റെപ്പോഴും അല്ല, മെയ് 5-ാം തീയതി കൃത്യം 3:30 ഇന്നത്തെ ദിവസം 2 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. മത്സരം നടക്കുന്നത് നമ്മളെ പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടായ നമ്മുടെ ധർമ്മശാല സ്റ്റേഡിയത്തിലാണ് കേട്ടോ, ഹിമാചൽ പ്രദേശിൽ. സോ അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ തീർച്ചയായിട്ടും നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു മത്സരം നടന്നത് നമ്മുടെ ധർമ്മശാല ഗ്രൗണ്ടിലാണ്. സോ ഇവിടെ ഇതിനു മുന്നേ നടന്ന മത്സരങ്ങളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടുക. ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത ആരാണ്, പഞ്ചാബിൽ വിക്കറ്റ്സ് കൂടുതൽ ടേക്ക് ചെയ്ത ആരാണ്, എത്ര ഫാസ്റ്റ് ബോളേഴ്സ് ആണ് സ്പിൻ ബോളേഴ്സ് ആണോ കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത്, അതുപോലെ തന്നെ ഏത് കാറ്റഗറിക്കാണ്, സ്പിന്നാണോ പേസിനാണോ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ പഞ്ചാബിൻ്റെ റീസെൻ്റ് ആയിട്ട് നടന്ന പെർഫോമൻസിൽ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നമ്മുടെ ഇതിന് മുന്നേ പഞ്ചാബിൻ്റെ മത്സരം നടന്നത് മുല്ലനിപൂർ സ്റ്റേഡിയത്തിലാണ്. സോ ഇത് വേറെയാണ്, നമ്മുടെ ഹിമാചൽ പ്രദേശിൽ. ഐ തിങ്ക് ഫസ്റ്റ് എങ്ങാണ്ടോ ഒരു മാച്ച് നടന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ ആയിരുന്നു, ഹിമാചൽ പ്രദേശ്. വേർ ഇസ് ദാറ്റ്? ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യമൊന്നും ഈ ഒരു ഗ്രൗണ്ടിൽ കാണുന്നില്ല. ഒക്കെ PCA മുല്ലനിപൂർ നടന്ന മത്സരങ്ങൾ മാത്രമേ, ധർമ്മശാലയിൽ നടന്ന ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ ഇയറിൽ കുറച്ച് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ റിപ്പോർട്ട്സ് തന്നെ എടുത്ത് നോക്കാം. ഓക്കെ, അല്ല സ്റ്റേഡിയം റിപ്പോർട്ട് HPCA. ഓക്കെ, പേസർ ഫ്രണ്ട്ലി സർഫസ് ആണ് ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത്. ഇതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ടെസ്റ്റസ് ആണ് കൂടുതലും നടക്കാറുള്ളത്. ടെസ്റ്റിലേക്ക് 300 റൺസ് ഒരു ആവറേജ് വരുന്നുണ്ട്. കൂടുതലും പേസർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണ്. നമുക്ക് രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ട് ഇവിടെ 4 പ്രാവശ്യം. അപ്പം അതിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കാര്യമായിട്ട് നമുക്ക് ഒന്നുമില്ല. കാരണം കഴിഞ്ഞൊരു ഇയറിൽ നടന്നൊരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാം. ഫാസ്റ്റ് ബൗളേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ആണ്. അധികം റൺസ് വരത്തില്ല, റൺസ് വരും ബട്ട് അധികം റൺസ് വരത്തില്ല. സ്പിന്നേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. ദെൻ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നോർമൽ ക്ലൈമറ്റാണ്. ഭയങ്കര ഹീറ്റ്, ഭയങ്കര ചൂടായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല, ഭയങ്കരമായിട്ട് ഇതുള്ള സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിച്ചിൻ്റെ റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് റിപ്പോർട്ട് വൈസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ ആയിട്ട് 180 റൺസും, ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 180 റൺസും, ഫാസ്റ്റ് ബോളേഴ്സ് 91 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 30 വിക്കറ്റ്സുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, പേസേഴ്സിന് ആണ് കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് റൺസായിട്ട് 180 റൺസ് വരെയും പ്രതീക്ഷിക്കാം. അവിടുത്തെ താപനില എന്ന് പറയുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റി 11% ഉള്ളൂ. ഐ തിങ്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് നടന്ന മത്സരം ഇവിടെ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കാതിരുന്നത്. സോ എന്തായാലും കഴിഞ്ഞ ഇയറാണ് ഇവിടെ മത്സരം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തുക. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചോയ്സിലോ എന്ന് പറഞ്ഞ ഒരു കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് ഡെയിലി ഗിവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഏക ആപ്ലിക്കേഷനാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് തന്നെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഡ്രീമിലുള്ള പോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇതാണ്ട് ഫ്രീ ആയിട്ട് ഇവിടെ ഗീവ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റ രൂപയോടെ കൊടുക്കാതെയാണ് ചേരുന്നത്. ചില സമയത്ത് ഇവരിങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ വെറുതെ, നമുക്ക് ഒരു നഷ്ടമില്ല, നമ്മൾ ചുമ്മാ ഒന്ന് ജോയിൻ ചെയ്തിട്ടാൽ മതി. അല്ലേ, ക്യാപ്റ്റൻ VC ഇട്ട് ജോയിൻ ആയി. 0 rupees ആയിരുന്നു കേട്ടോ. അതായത് ചില സമയത്ത് അവർ ഈ ഗീവ് വരെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ എൻട്രി ഫീസ് കുറവായിട്ടാണ്. നമ്മൾ 3850 രൂപയുടെ കോൺടെസ്റ്റൊക്കെ 3500 രൂപയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. H3 ഒക്കെ ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ ചോയ്സിലോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൽ ഒരുപാട് തരം വെറൈറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെ ഡ്രീമിലുള്ള പോലെ തന്നെ ഒരുപാട് തരം കോൺടെസ്റ്റുകൾ
നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രീം 11 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഏകദേശം ഒരു 39 രൂപയുടെ ഗ്യാപ്പൊക്കെ വരുന്നത്, അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. തന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള അവർ പിക്ക് ചെയ്ത് കളിക്കുന്ന ഒരു സംഭവം. ഈസി ആയിട്ട് വിന്നാൻ പറ്റും പറഞ്ഞാൽ ഈസി ആയിട്ട് വിന്നാൻ പറ്റും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസർ ഫ്രണ്ട്ലി ആണ്, യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ വിഷനിൽ ആപ്ലിക്കേഷൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ്, ഇതും തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലും ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതാ നമുക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരുപാട് എൻട്രി ഫീസ് കുറവായിട്ടുള്ളത് കണ്ടില്ല, ഞാനൊക്കെ കളിക്കുന്നതാണ്. ഒരുപാട് കോൺടെസ്റ്റുകൾ എൻട്രി ഫീസ് കുറവായിട്ട് നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റും. ഇത് നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ 5 രൂപയ്ക്ക് GL കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, 7 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഡെയിലി ഗിവേഴ്സ് 0 രൂപീസിന് നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫസ്റ്റ് വന്ന 5000 രൂപ കിട്ടും. അപ്പോൾ ഡെയിലി ഗിവ് കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ് നമ്മുടെ വിഷനിലോ എന്ന് പറയുന്നത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെയാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടീം ഇട്ടിട്ട് ജോയിൻ ചെയ്യണം, 0 രൂപീസ് കൊടുക്കേണ്ട, എനിക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ വിഷനിലോ. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ ജോണി ബാരിസ്റ്റോ, സിമ്രാൻ സിംഗ്, റീലി റോസവ്, ദെൻ ശശാങ്ക് സിംഗ്, സാം കറൻ, ജിതി ശർമ്മ, ഓട്ടോ ശർമ്മ, ദെൻ അതുപോലെ തന്നെ ഹർബീത് ബാർ, കാസിയ റബാഡ, ഹർഷൽ പട്ടേൽ, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രാഹുൽ ചഹാറാണ് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡ്, അജിൻക്യ രഹാനെ, അതുപോലെ തന്നെ ഡാരി മിച്ചൽ, ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, മൊയിൻ അലി, MS ധോണി, ഷർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, ദെൻ മദീഷ പതിരാന, റിച്ചാർഡ് ഗ്ലീസൺ. ഓക്കെ, ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സമീർ റിസി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ മസ്റ്റായിട്ട് 4 പ്ലേയേഴ്സിനെ ആര് പിക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോണി ബാരിസ്റ്റോ, ശശാങ്ക് സിംഗ്, ഋതുരാജ് ഗെയ്ക്വാഡ്, മദീഷ പതിരാന, ഇവർ 4 പേര് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇതിനതുപോലെ തന്നെ മസ്റ്റ് 2 പിക്കായുള്ള പ്ലേയേഴ്സാണ് ഗെയ്ക്വാഡും അതുപോലെ തന്നെ നമ്മുടെ ജോണി ബാരിസ്റ്റോയും. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിത്തെ കീ പ്ലേയേഴ്സിനെ പറ്റി പറയുമ്പോൾ ജോണി ബാരിസ്റ്റോ തന്നെയാണ്. റീസെൻ്റ് ആയിട്ട് എഗെയിൻസ്റ്റ് KKR എഗെയിൻസ്റ്റ് ആയിട്ട് 108 റൺസ് ആയിരുന്നു കേട്ടോ അദ്ദേഹം അടിച്ചത്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് CSK ആയിട്ട് 46 റൺസ്, അതും നല്ല രീതിയിൽ നല്ല സ്ട്രൈക്ക് റേറ്റോട് കൂടെയാണ് അദ്ദേഹം കളിച്ചത്. സോ തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു പ്ലെയർ, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും നിങ്ങളുടെ ടീമിൽ. ദെൻ അതുപോലെ തന്നെ ശശാങ്ക് സിംഗിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പഞ്ചാബ് കിങ്സിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയാം. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരങ്ങളൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ്. ഏകദേശം 7 മത്സരങ്ങളിൽ നിന്ന് 288 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അത് 170+ സ്ട്രൈക്ക് റേറ്റിലാണ് കേട്ടോ. അതേപോലെ തന്നെ കാസിയോ റബാഡയെ പറ്റിയാണ് പറയാനുള്ളത്. റബാഡയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് CSK ആയിട്ട് 1 വിക്കറ്റ് എടുത്ത് 23 റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മത്സരം പഞ്ചാബിത്തെ ഏറ്റവും ബെസ്റ്റ് ബൗളർ ആയിരുന്നു കേട്ടോ അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റ്സ് ആണ് നേടിയിട്ടുള്ളത്. സോ അദ്ദേഹം ഒരു മസ്റ്റ് പിക്ക് ആയിരിക്കണം നിങ്ങളുടെ ടീമിലോട്ട്. അതേപോലെ തന്നെ ഹർബീത് ബാർ ചില സമയത്ത് സ്പിന്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇദ്ദേഹത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എഗെയിൻസ്റ്റ് CSK ആയിട്ട് നല്ല റെക്കോർഡ്സ് ഉണ്ടാവാൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ CSKയിലാണെങ്കിൽ മസ്റ്റ് പ്ലേയേഴ്സ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാഡ്. ഇതുവരെ അഗെയിൻസ്റ്റ് പഞ്ചാബ് കിങ്സുമായിട്ട് 62 റൺസാണ് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തത്. അതുപോലെ തന്നെ SRH ആയിട്ട് 98 അദ്ദേഹം എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് LST ആയിട്ട് 108 റൺസ്. റീസെൻ്റ് ആയിട്ട് കളിച്ച പെർഫോമൻസ് ഒക്കെ നല്ല ഹൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ഗെയ്ക്വാഡ്. സോ അദ്ദേഹം ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ടീമിൽ. അതുപോലെ തന്നെ ശിവാൻ ദുബെ, അദ്ദേഹം ഒരു അടിപൊളി ലാസ്റ്റ് ഒരു മത്സരം പെട്ടെന്ന് ഉണ്ടാക്കുക. ബട്ട് റീസെൻ്റ് ആയിട്ട് കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 350 റൺസാണ് സ്കോർ ചെയ്തത്. അത് നല്ല സ്ട്രൈക്ക് റേറ്റോടുകൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബാറ്റിംഗ് കിട്ടും. അതുകൂടാതെ നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പിന്നെ രവീന്ദ്ര ജഡേജ റീസെൻ്റ് ആയിട്ട് കളിച്ച എല്ലാ മത്സരങ്ങളും 4 ഓവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം 1 വിക്കറ്റെങ്കിലും അദ്ദേഹം ടേക്ക് ചെയ്യാനായിട്ട് ചില മത്സരങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് കൂടെ വരുന്നുണ്ട്. ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. മദീഷ പത്തിരാനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് 7 മത്സരങ്ങളിൽ നിന്ന് 13 വിക്കറ്റ്സ് ആണ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത് CSKയ്ക്ക് വേണ്ടി. ഇതിനേപോലെ തന്നെ നമ്മുടെ CSKയുടെ നട്ടെല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അറ്റാക്ക് വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മദീഷ പത്തിരാനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രീമിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന മാച്ചസ് പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ജോണി ബാരിസ്റ്റോനെ നമുക്ക് പിക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ഗെയ്ക്വാഡ്, ശിവാൻ ദുബെ, ശശാങ്ക് സിംഗ്, സാം കറൻ, രവീന്ദ്ര ജഡേജ, ഹർഷൽ പട്ടേൽ, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്,
ഹർഷൽ പട്ടേൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ ടീമിൽ. റീസെൻ്റ് ആയിട്ട് അദ്ദേഹം നല്ല ഫോമിലോട്ട് വരുന്ന ഒരു പ്ലെയറാണ്. സോ അദ്ദേഹത്തെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ല ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ പത്തിരാനെ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം കളിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ തന്നെ നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ മുസ്തഫിക്കുർ റഹ്മാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇതിനേപോലെ തന്നെ ഏകദേശം പഞ്ചാബിൽ ഇപ്പോൾ ഒത്തിരി ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്, അപ്പോൾ കുറവുണ്ട്. ദെൻ അതുപോലെ പഞ്ചാബിൽ ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജുള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. ക്രിസ് വോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പഞ്ചാബിന് ആകെ എടുക്കാൻ പറ്റുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ റോസോ ആയിരിക്കും. ഓക്കെ, ഇതിൽ ക്യാപ്റ്റൻ VC കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഗെയ്ക്വാഡിനെയാണ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നമ്മൾ സാം കറനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമിന് വേണ്ടിയുള്ള ഒരു ടീമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്ത് നമ്മുടെ പ്രിവ്യൂ ടീം നോക്കാം. ജോണി ബാരിസ്റ്റോ, റിയലി റോസോ, അതേപോലെ തന്നെ ശശാങ്ക് സിംഗ്, ശിവാൻ ദുബെ, ഋതുരാജ് ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, സാം കറൻ, ഹർഷൽ പട്ടേൽ, മുസ്തഫിക്കുർ റഹ്മാൻ, അർഷദീപ് സിംഗ്, മദീഷ പതിരാന, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമല്ല. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്ത് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.